ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ? എങ്കിലിതാ ബ്രാൻഡഡ് സൈക്കിളുകളുടെ വലിയ ഷോറൂം ഒരുക്കിക്കൊണ്ട് മേപ്പാടം കൽത്തൊട്ടിയിൽ അൽ ഫാരീസ് സൈക്കിൾ മാർട്ട് 15 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ തിളക്കവുമായി നവീകരിച്ച പുതിയ ഷോറൂം അൽ ഫാരീസ് സൈക്കിൾ മാർട്ട്, പിള്ളിക്കട ബിൽഡിംഗ്, കൽത്തൊട്ടി, മേപ്പാടം. ചേലക്കര റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പുതിയതായി നിർമ്മിച്ച റോഡ് നശിക്കുമോ എന്ന ആശങ്കയിൽ നാട്ടുകാർ. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുതുരുത്തി ചേലക്കര പൈങ്കുളം റോഡിലെ 1-ാം മൈലിന് സമീപം പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നു. മാസങ്ങൾക്ക് മുൻപ് മാത്രം പണി പൂർത്തിയാക്കിയ റോഡ് ഇതോടെ തകർച്ചാ ഭീഷണിയിലാണ്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും ജല അതോറിറ്റി അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് റോഡിന്റെ അടിത്തറ ദുർബലമാക്കുകയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. നിലവിലെ അവസ്ഥ തുടർന്നാൽ പുതിയ റോഡ് വീണ്ടും കുത്തിപ്പൊളിച്ച് അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആശങ്ക. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പൈപ്പ് നന്നാക്കണമെന്നും റോഡിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും നാട്ടുകാരനായ KM മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. ചെറുത്തിൽ നിന്നും ചേലക്കരയിലേക്ക് പോകുന്ന പ്രദേശത്ത് 1-ാം മൈൽ ദേശത്ത് പൈപ്പ് ലൈൻ പൊട്ടി ദിവസങ്ങളോളമായിട്ട് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം, ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് 2-3 മാസം മുൻപ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. വളരെ നല്ല രീതിയിൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ പൈപ്പ് ലൈനിൻ്റെ നിർമ്മാണം ഈ പൊട്ടിയ ഭാഗത്ത് ഉടനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ റോഡ് പൊളിച്ച് വൃത്തികേടാക്കേണ്ട ഒരു ഗതികേട് വരും. അത്തരം ദുരന്താവസ്ഥയിലേക്ക് എത്തിക്കാതെ എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റി ഇടപെട്ട് ഈ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണി നടത്തി ഈ വെള്ളം പാഴായി പോകുന്ന സ്ഥിതിക്ക് അടിയന്തരമായി മാറ്റമുണ്ടാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.